ഹായ് ഫ്രണ്ട്സ്, ഓസ്ട്രേലിയൻ മല്ലു ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് PCCക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. ഈ VFS ഗ്ലോബലിൻ്റെ സെൻറ്ററിൽ പോകാണ്ട് തന്നെ നമുക്ക് PCCക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുകൂടാണ്ട് തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എസ്പെഷ്യലി ഈ ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ, കാരണം എൻ്റെ PCC ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു വട്ടം റിജക്റ്റ് ആയി. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഈ വീഡിയോയിൽ ഞാൻ ഇത് ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇന്ത്യൻ PCC എങ്ങനെ അപ്ലൈ എന്നുള്ളത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് UK നിന്ന് എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതും ഇതുമെല്ലാം ഏകദേശം സെയിം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ഒന്ന് പറഞ്ഞു പോവുകയാണിത്. അപ്പോൾ ബാക്കി നിങ്ങൾക്ക് ഈ സ്ക്രീൻ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽസ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ കഴിഞ്ഞ വീഡിയോയുടെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ കയറി നോക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളുടെ മെയിൽ ID, ഫോൺ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം അടിച്ച് കൊടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു അക്കൗണ്ട് നമ്പർ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഇത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ ഈസിയാണ്. പിന്നെ അത് കുറച്ച് ഒന്ന് കെയർഫുള്ളായിട്ട് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ പറയാം. അപ്പോൾ നിങ്ങൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ അക്കൗണ്ട് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ചിലർക്കൊക്കെ ആണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വേറെ കൺട്രികളിൽ നിന്നിട്ടൊക്കെ ഇതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി നിങ്ങൾക്കൊരു അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ അത് ഓൾറെഡി വാലിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് തന്നെ വീണ്ടും ഈ കൺട്രി ചേഞ്ച് ചെയ്തിട്ട് PCC ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ വേറൊരു മെയിൽ ID എടുത്തിട്ട് ഇപ്പോൾ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാക്കാൻ പുതിയൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. ഈ കാര്യങ്ങളെല്ലാം വളരെ ഈസിയാണ്, അത്രയും കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. കുറച്ച് നമ്മൾ കെയർഫുള്ളായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ഇമെയിൽ കിട്ടുന്നതാണ് നിങ്ങൾ കൊടുത്ത മെയിൽ IDയിലോട്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ആ ലിങ്ക് 24 ഹവേഴ്സിനുള്ളിൽ എക്സ്പയർ ആകുമെന്ന് പറഞ്ഞിട്ട് അവരൊരു പോപ്പ് ഇവിടെ എഴുതി കാണിക്കും. അപ്പോൾ നിങ്ങൾക്കത് നോക്കിയിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആവുന്നതാണ്. അപ്പം അതിനുശേഷം നമുക്ക് ഈ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഫസ്റ്റ് പേജ് ഇതാണ്. അപ്പോൾ ഈ ഫസ്റ്റ് പേജിൽ നമ്മുടെ പാസ്പോർട്ടിലെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം അവർ പറഞ്ഞ പർപ്പസ് ഓഫ് PCC എന്നാണ്. അപ്പോൾ അതിൽ എന്ത് പർപ്പസിന് വേണ്ടിയാണ് നിങ്ങൾ കൊടുക്കുന്നത് ആ പർപ്പസ് അവിടെ കൊടുക്കുക. ഇപ്പം നിങ്ങൾ PR വേണ്ടിയാണ് ഇത് PCC അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് എമിഗ്രേഷൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതർ ദാൻ സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് റീജിയൻ ഓസ്ട്രേലിയ വെക്കുക. അതിനുശേഷം നിങ്ങളുടെ പാസ്പോർട്ടിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ അകത്ത് ഒരു ഫയൽ നമ്പർ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫയൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ ഫയൽ നമ്പറിലുള്ള K0 എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നത്. അത് KO എന്നാണ്. അപ്പം എനിക്കങ്ങനെ ഒത്തിരി മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായത്. കാരണം ഈ ഓയും 0യും ഏകദേശം അടുത്തടുത്താണ് കീബോർഡിൽ മിക്ക സിസ്റ്റത്തിലും ഉണ്ടാവുക. അപ്പോൾ അറിയാണ്ട് അത് പ്രസ്സായി പോവും നിങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ. അപ്പോൾ ഞാനങ്ങനെ ടൈപ്പ് ചെയ്തപ്പോൾ എനിക്കത് പെട്ടെന്ന് O എന്നുള്ളത് 0 ആയി. അങ്ങനെ എൻ്റെ PCC റിജക്റ്റ് ആവുകയാണ് ചെയ്തത്. കാരണം അവരത് ഈച്ച് വേർഡ് അവർ ശരി കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് നോക്കും. കാരണം നമ്മളവിടെ പോയിട്ടല്ല PCCക്ക് അപ്ലൈ ചെയ്യുന്നത്, നമ്മൾ അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് അവരെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങളത് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നിങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിപ്പം ഈ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണ് എന്നുള്ളത്. ഇപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഒരു 10 മിനിറ്റ് എടുത്ത് വീണ്ടും ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാവുന്നേ ഉള്ളൂ. കാരണം ഇതിന് മാത്രം ഡീറ്റെയിൽസ് ഒന്നും ഇതിൻ്റെ അകത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പം അത് കറക്റ്റായിട്ട് തന്നെ നോക്കുക.
ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ഇതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. അപ്പം അതിൽ തന്നെ നിങ്ങളുടെ റെഫറൻസ് ഐ ഡി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഹോം പേജിലോട്ട് പോവുക. അപ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ആപ്ലിക്കേഷൻ കാണിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പിന്നെ PCCക്ക് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കാം. ഇതിപ്പോൾ പ്രിൻ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്കൊരു 2x2 സൈസിലുള്ള ഒരു ഫോട്ടോ അടിക്കാനുള്ള സ്പേസ് ഉണ്ടാവും. പിന്നെ സൈൻ ചെയ്യാനുള്ള ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം കറക്റ്റായിട്ട് തന്നെ സൈൻ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ആദ്യത്തെ പേജിലും പിന്നെ രണ്ടാമത്തെ പേജിലും നിങ്ങൾ സൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ സൈൻ ചെയ്യുക. പിന്നെ ഇതിൻ്റെ കൂടെ അയക്കേണ്ട പേപ്പറുകൾ എന്തൊക്കെയാണെന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ കൂടെ നമ്മൾ വെക്കേണ്ട ഒരു ഫോമാണ് പേഴ്സണൽ പർട്ടിക്കുലാരിറ്റീസ് ഫോം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾ ഏതൊക്കെ കൺട്രികളിൽ നിങ്ങൾ പോയിട്ടുണ്ടോ ആ കൺട്രികളിലൊക്കെ നിങ്ങൾ എവിടെ താമസിച്ചിട്ടുണ്ടോ അവിടുത്തെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് ഈ ഫോം ഫില്ല് ചെയ്യേണ്ടതാണ്. അതിൽ പിന്നെ നിങ്ങൾ 2 റെഫറൻസുള്ള 2 ആൾക്കാരുടെ ഡീറ്റെയിൽസും കൊടുക്കുക. അത് നാട്ടിലുള്ളവരുടെ തന്നെ കൊടുക്കണം. അത് നിങ്ങളുടെ നെയ്ബേഴ്സൊക്കെ ആണെങ്കിൽ അത്രയും നല്ലതാണ്. പിന്നെ ഒരു 2x2 സൈസിലുള്ള ഒരു ഫോട്ടോ കൂടെ ഇതിൽ ഒട്ടിക്കണം. ഇപ്പോൾ നിങ്ങൾ 2-3 അഡ്രസ്സിൽ താമസിച്ചിട്ടുണ്ടെങ്കിൽ ആ ഓരോ അഡ്രസ്സിനും ഓരോ പർട്ടിക്കുലാരിറ്റീസ് ഫോം വെച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതാണ്. പിന്നെ വേണ്ടതാണ് നിങ്ങൾക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞുള്ള ഈ ഒരു ഫോം. അതിൽ നിങ്ങൾ എന്തൊക്കെ സാധനങ്ങളാണ് നിങ്ങൾ അയക്കുന്നത് അതൊക്കെ ഇതിൻ്റെ അകത്ത് ടിക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ അതിൻ്റെ ലാസ്റ്റായിട്ട് നിങ്ങളുടെ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. കാരണം അത് അവരതിൻ്റെ അകത്ത് നിന്ന് എമൗണ്ട് കട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ പേയ്മെൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പം അവർക്ക് നമ്മൾ സെൻഡ് ചെയ്തതിന് ശേഷം അവരത് അവിടെ നിന്ന് തന്നെ VFSൻ്റെ ഓഫീസിൽ നിന്ന് തന്നെ അവർക്ക് വേണ്ട എമൗണ്ട് അതിൻ്റെ അകത്ത് നിന്ന് കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളതെല്ലാം കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിട്ട് കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ഫോമിൻ്റെ ഫ്രണ്ട് പേജിൽ തന്നെ ഈ VFSൻ്റെ സൈറ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ഈ ഫോം ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഈ സൈറ്റിൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഫോം ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഓൺലൈനായിട്ട് ഇന്ത്യൻ PCCക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നത്. ഈ PCC നമ്മൾ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഓൺലൈൻ ഫോം നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടതാണ്. ആ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഈ പേഴ്സണൽ പർട്ടിക്കുലാരിറ്റി ഫോമും നമ്മൾ ആഡ് ചെയ്യേണ്ടതാണ്. അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 1 ഇയറിനുള്ളിൽ നിങ്ങൾ ഏകദേശം ഒരു 2-3 കൺട്രി പോയിട്ടുണ്ടെങ്കിൽ ആ കൺട്രിയിലെല്ലാം നിങ്ങൾ താമസിച്ച ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഈ പേഴ്സണൽ പർട്ടിക്കുലാരിറ്റി ഫോമിൽ നിങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ഓരോ അഡ്രസ്സിനും നിങ്ങൾ ഓരോ പേഴ്സണൽ പർട്ടിക്കുലാരിറ്റി ഫോം വെച്ചാണ് നിങ്ങൾ ഫില്ല് ചെയ്ത് അയക്കേണ്ടത്. അല്ലെങ്കിൽ സംടൈംസ് അവരത് റിജക്റ്റ് ചെയ്ത് വിടും. കാരണം നമ്മളിത് പോയിട്ടല്ല അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് തന്നെ ഒന്ന് തിരുത്തി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. ഇപ്പോൾ അവിടെ പോയാൽ നമുക്കത് വേണമെങ്കിൽ ഒരെണ്ണം പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മൾ കൊറിയറായിട്ട് ഇത് അയക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് എല്ലാം കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിട്ട് വേണം അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ കൊറിയർ അയക്കുമ്പോൾ ഈ ആപ്ലിക്കേഷൻ ഫോമും പേഴ്സണൽ പർട്ടിക്കുലാരിറ്റി ഫോം 2 കളർ ഫോട്ടോസ് അത് 2x2 സൈസാണ്. ഇപ്പോൾ നിങ്ങളത് സ്റ്റുഡിയോയിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആ കറക്റ്റ് സൈസിലുള്ള ഫോട്ടോസ് നിങ്ങൾക്കത് എടുത്തു തരുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് അത് എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ കൂടെ പാസ്പോർട്ടും വെച്ചിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഒരു ഫാസ്റ്റായിട്ടുള്ള ഒരു കൊറിയറിൽ തന്നെ കൊറിയർ അയക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സൈൻ ചെയ്ത് ഡോക്യുമെൻറ്റ്സ് റിസീവ് ചെയ്യുന്ന രീതിയിൽ വേണം നിങ്ങൾ അയക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം ഓസ്ട്രേലിയൻ പോസ്റ്റ് വഴിയൊക്കെ ആയിട്ടാണ് അയക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവരോട് പറയാം, ഇപ്പോൾ എനിക്ക് സൈൻ ചെയ്യുന്ന ഒരു ഓപ്ഷൻ വേണമെന്ന് പറയണം. അപ്പോൾ അവരത് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും. അതിനെന്തോ ഒരു $10-13 എക്സ്ട്രാ ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും ഇപ്പോൾ അവർ റിസീവ് ചെയ്തോ ഇല്ലയോ എന്നുള്ളത് തന്നെ. ഇപ്പോൾ അവർ സൈൻ ചെയ്ത് മേടിച്ചാൽ തന്നെ ഒരു 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് അതെല്ലാം കറക്റ്റ് ആണെങ്കിൽ ഒരു മെയിൽ വരും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്തു എന്നുള്ളത്. ഇൻ കേസ് ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു റെസ്പോണ്ടും വരുന്നില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് അവരെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പം അത് റിട്ടേൺ വരുന്നതാണ്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടാണ് അവരങ്ങനെ റെസ്പോണ്ടൊന്നും ചെയ്യാണ്ടിരിക്കുന്നത്.
അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് റിട്ടേൺ വഴിയും വരും നിങ്ങളുടെ അഡ്രസ്സിലോട്ട്. അപ്പോൾ അഡ്രസ്സിൽ അവർ അത് വന്നതിന് ശേഷം അത് നിങ്ങൾ കൊറിയർ ഓപ്പൺ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അത് അവരൊരു പ്രിൻ്റ് ഔട്ട് വെച്ചിട്ടുണ്ടാവും. അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് അതിൻ്റെ അകത്തുള്ള മിസ്റ്റേക്ക് എന്നുള്ളത്. അപ്പോൾ ആ മിസ്റ്റേക്ക് കറക്റ്റ് ചെയ്തിട്ട് പിന്നീട് രണ്ടാമതൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി നിങ്ങൾ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം പിന്നീട് നിങ്ങൾ സെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ഇതിനുള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ PR-നൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഇൻവിറ്റേഷനൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ ഇപ്പം ഈ PCC വരാൻ വേണ്ടി തന്നെ ഒരു മാസം മേലെ എടുക്കുന്നുണ്ട്. ഇപ്പോൾ 1.5 മാസത്തിന് ശേഷം വന്നവരുടെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഹോളിഡേയ്സൊക്കെ വന്നു കഴിഞ്ഞാൽ അവരത് ഭയങ്കരമായിട്ട് ഡിലേ ചെയ്യും. പ്രത്യേകിച്ച് നമ്മളിവിടെ അയച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ 1 ആഴ്ചയൊക്കെ 1.5 ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് ഇവർ നാട്ടിലോട്ട് ഇത് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോഴാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. പിന്നെ നാട്ടിൽ നിന്ന് അത് അവർ വെരിഫിക്കേഷൻ ചെയ്യാനുള്ളൊരു ടൈം ഇപ്പോൾ നിങ്ങൾക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിലൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് വരുന്ന ആ ടൈമിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ പോലീസ് സ്റ്റേഷനിൽ കോൺടാക്ട് ചെയ്തിട്ട് അവരോട് അയക്കാൻ വേണ്ടി പറയാവുന്നതാണ്. പക്ഷേ എന്നിരുന്നാലും അത് ഇവിടെ വന്ന് തിരിച്ച് റിട്ടേൺ വന്നു കഴിഞ്ഞാൽ പിന്നെ ആഴ്ചയൊക്കെ കൂടുതലാണ്ട് എടുക്കും അവരത് ക്ലിയർ ചെയ്ത് പ്രിൻ്റ് ഔട്ട് ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ അത് തിരിച്ച് റിട്ടേൺ വരാൻ വേണ്ടി വീണ്ടും ഒരാഴ്ച എടുക്കും. അങ്ങനെ ഒരു 3-4 ആഴ്ച എന്തായാലും പോവും. അപ്പോൾ PR-നൊക്കെ അപ്ലൈ ചെയ്യുകയാണ് ഇപ്പോൾ 491 വിസ അങ്ങനത്തെ വിസകളിലൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും PR കിട്ടും എന്ന് ഷുവറുള്ള ആൾക്കാരാണെങ്കിൽ നേരത്തെ തന്നെ PCCക്ക് അപ്ലൈ ചെയ്തിട്ട് വെക്കുക. അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഒത്തിരി ഡിലേ ആവും ഇത് വരാൻ വേണ്ടിയിട്ട്. ബാക്കിയുള്ള ഓസ്ട്രേലിയൻ PCC ആയാലും UK PCC ആയാലും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതിന് പ്രത്യേകിച്ച് ഡിലേ ഒന്നുമില്ല. കാരണം അവരയക്കുന്ന കൊറിയർ സർവീസ് എല്ലാം വളരെ ഫാസ്റ്റാണ്. അപ്പോൾ അതൊക്കെ ആ PCCകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതിനുള്ളത് ഇപ്പോൾ അടുത്തുള്ള വീഡിയോകളിൽ ഞാൻ പറയുന്നതാണ്. അപ്പം ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.